ഏവർക്കും നമസ്കാരം. ഞാൻ വിശാഖ് പാവുമ്പ. ചലഞ്ചറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കേട്ടിട്ട് എഴുതാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു നല്ല വീഡിയോ ക്ലാസ്സുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. അതായത് മുൻവർഷങ്ങളിൽ ചോദിച്ച കുറേയധികം കിടിലൻ ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങളും ഇതിൻ്റെ അനുബന്ധ വസ്തുതകളും നമ്മൾ പറയുമ്പം ഇതെല്ലാം നോട്ട് തയ്യാറാക്കി എഴുതി വെച്ച് പഠിക്കുമ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരാൻ പോകുന്ന കേട്ടറ്റ് എക്സാമിനെ സധൈര്യം നേരിടാം. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് എക്സാം അനുഭവപ്പെടുകയും ചെയ്യും. അപ്പോൾ നമുക്കിതാ നേരെ ചോദ്യങ്ങളോട്ട് പോകാം. ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. ഫസ്റ്റ് ചോദ്യം ഇങ്ങനെയാണ് മക്കളെ. കൂട്ടുപലിശ രീതിയിൽ പലിശ കണക്കാക്കുന്ന ബാങ്കിൽ ഒരാൾ നിശ്ചിത തുക നിക്ഷേപിച്ചിട്ടുണ്ട്. 1 ഉം 2 ഉം വർഷങ്ങളുടെ അവസാനം പലിശ രേഖപ്പെടുത്തിയിട്ടുള്ളത് 160, 328 എന്നിങ്ങനെയാണ്. പലിശ നിരക്ക് കാണുക. അതായത് ഒരാൾ ഒരു നിശ്ചിത തുക കൂട്ടുപലിശ കാണുന്ന ബാങ്കിൽ നിക്ഷേപിച്ചു. 1 കൊല്ലം കഴിഞ്ഞപ്പോൾ മക്കളെ അതെന്തായി? 160 രൂപയായി. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ 328 രൂപയായി. എങ്കിൽ പലിശ നിരക്ക് എത്ര എന്നാണ് ചോദ്യം. ഒന്നുകൂടെ പറയാം. ഏതോ ഒരു തുക ഒരു ബാങ്കിൽ, കൂട്ടുപലിശ കാണുന്ന ബാങ്കിൽ നിക്ഷേപിച്ചു. 1-ാം കൊല്ലം കഴിഞ്ഞപ്പോൾ പലിശ മാത്രം 160 രൂപയായി. 2-ാം കൊല്ലം കഴിഞ്ഞപ്പോൾ പലിശ 328 രൂപയായി മൊത്തം. എങ്കിൽ പലിശ നിരക്ക് എത്ര എന്നാണ് ചോദിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച്. കൂട്ടുപലിശയിലാണ് നിക്ഷേപിക്കുന്നത്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണ് നിക്ഷേപിക്കുന്നത്. 1-ാം കൊല്ലം മൊത്തം നമുക്ക് 1-ാം കൊല്ലം പലിശയായിട്ട് എന്ത് കിട്ടിയെന്നാ പറയുന്നത്? 160 രൂപ പലിശ കിട്ടിയെന്നാണ് പറയുന്നത്. 1-ാം കൊല്ലം മക്കളെ നിങ്ങളൊന്ന് ആലോചിച്ച്. കൂട്ടുപലിശ നമുക്ക് 1-ാം കൊല്ലം കിട്ടുന്ന പലിശ എന്ന് പറഞ്ഞാൽ കൂട്ടുപലിശ എന്ന് പറഞ്ഞാൽ എന്തുവാ? പലിശയ്ക്കും പലിശ. പലിശയ്ക്കൂടെ പലിശ തന്ന് തുടങ്ങണമെങ്കിൽ മിനിമം 2-ാമത്തെ കൊല്ലം തൊട്ടല്ല പറ്റത്തുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പലിശയ്ക്കും കൂടി മക്കളെ പലിശ തന്ന് തുടങ്ങണമെങ്കിൽ മിനിമം 2-ാമത്തെ കൊല്ലം തൊട്ടേ പലിശയ്ക്കും കൂടി പലിശ തന്ന് തുടങ്ങാൻ പറ്റത്തുള്ളൂ. 1-ാമത്തെ കൊല്ലം നമുക്ക് തരുന്ന പലിശ എന്തിൻ്റെ മാത്രമാ? നമ്മുടെ മുതലിൻ്റെ മാത്രമാ. നമ്മുടെ മുതലിൻ്റെ പലിശ മാത്രമാ തരുന്നേ. ശരിയാണോ? പലിശയ്ക്കും കൂടി പലിശ തരണമെങ്കിൽ മിനിമം 1 കൊല്ലം നമുക്ക് പലിശ കിട്ടണം. അപ്പോൾ 1-ാമത്തെ കൊല്ലം കിട്ടുന്ന പലിശ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ മാത്രമാ? നമ്മുടെ മുതലിൻ്റെ മാത്രമാ. എങ്കിൽ പറ മക്കളെ, ഈ 160 രൂപ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുതലിൻ്റെ മാത്രം പലിശയല്ലേ? ആണ്. നമ്മൾ നിക്ഷേപിച്ച തുക എത്രയാണെന്ന് അറിയത്തില്ല. പക്ഷേ നമ്മൾ നിക്ഷേപിച്ച തുക എത്രയാണോ അതിൻ്റെ പലിശയാണ് 160 രൂപ അല്ലേ? അതിൻ്റെ പലിശയാണ് 160 രൂപ. ഓക്കെ. ഇനി പറയുന്നു മക്കളെ, 2-ാം കൊല്ലം നമുക്ക് എന്ത് കിട്ടിയെന്നാ? 2-ാം കൊല്ലം നമുക്ക് 328 രൂപ പലിശ കിട്ടിയെന്ന്. 2-ാം കൊല്ലം പലിശ നോക്കിയപ്പോൾ 328 കിട്ടിയെന്ന്. അതിൽ മക്കളെ 160 കിട്ടിയ 1-ാം കൊല്ലമാണ്. 160 കിട്ടിയ 1-ാം കൊല്ലമാണ് അല്ലേ? അപ്പോൾ 2-ാം കൊല്ലത്തിൻ്റെ അവസാനം ആയപ്പോഴത്തേക്കും പലിശ മൊത്തത്തിൽ 328 മൊത്തത്തിൽ 328 ആകുമ്പം അതിൽ 160 1-ാം കൊല്ലം കിട്ടിയതാണ്. 1-ാമത്തെ കൊല്ലത്തിൻ്റെ അവസാനമായപ്പോൾ 160 കിട്ടി. 2-ാമത്തെ കൊല്ലത്തിൻ്റെ അവസാനം നോക്കിയപ്പോൾ 328 കിട്ടുമ്പം 328-ലെ 160 കിട്ടിയത് മക്കളെ 1-ാം കൊല്ലം അല്ലേ? എങ്കിൽ 328 160 കുറച്ചാൽ ബാക്കി 168 അല്ലേ മക്കളെ 2-ാം കൊല്ലം കിട്ടിയ പലിശ അല്ലേ? 168. ഇതല്ലേ 2-ാമത്തെ കൊല്ലത്തിൻ്റെ മാത്രം പലിശ. ശരിയാണോ? അപ്പോൾ ആ 168-നെ ഞാൻ 160 + 8 എന്ന് എഴുതുമോ? അതായത് 1-ാം കൊല്ലം മാത്രം എനിക്ക് 160 രൂപ പലിശ കിട്ടി. 2-ാം കൊല്ലം നോക്കിയപ്പോൾ അവസാനം നോക്കിയപ്പോൾ മൊത്തം 328 പലിശ കിട്ടിയെങ്കിൽ അതിലെ 160 കിട്ടിയത് മക്കളെ 1-ാം കൊല്ലമാണ്. 160 1-ാം കൊല്ലത്തെ പലിശയാണ്. ബാക്കിയേ 2-ാം കൊല്ലം കിട്ടിയുള്ളൂ. അതായത് 168. ആ 168-ലെ മക്കളെ 160-ഉം എന്തിൻ്റെ പലിശയാണെന്ന് ചോദിച്ചാൽ അത് മുതലിൻ്റെ പലിശയാണ്. നമുക്കറിയാം കൂട്ടുപലിശ ആകുമ്പോഴും എല്ലാ കൊല്ലവും മുതലിന് പലിശ തരണം, പിന്നെ പലിശയ്ക്കും കൂടെ പലിശ തരണം. അപ്പോൾ ഈ 2-ാം കൊല്ലം നമുക്ക് കിട്ടിയ 160 രൂപയും എന്തിൻ്റെ പലിശയാണെന്ന് ചോദിച്ചാൽ അത് മുതലിൻ്റെ പലിശയാണ്. ഈ 160 രൂപയും എന്തിൻ്റെ പലിശയാണെന്ന് ചോദിച്ചാൽ അത് മുതലിൻ്റെ പലിശയാണ് അല്ലേ? എങ്കിൽ മക്കളെ ഈ 8 രൂപ എന്തിൻ്റെ പലിശയാണ്? ഈ 8 രൂപ എവിടെ നിന്ന് വന്ന പലിശയാണ്? പലിശയുടെ പലിശയാണ്. ഈ 160-ഉം മക്കളെ മുതലിൻ്റെ പലിശയാണ്. അപ്പോൾ ഈ 8 അത് പലിശയുടെ പലിശയാണ്. ഏത് പലിശയുടെ? കഴിഞ്ഞ കൊല്ലം നമുക്ക് കിട്ടിയ പലിശയായ 160 രൂപയുടെ 1 കൊല്ലം കൊണ്ട് കിട്ടിയ പലിശയാണ് 8 രൂപ അല്ലേ? ഒന്നുകൂടെ,
കഴിഞ്ഞ കൊല്ലം നമുക്ക് 160 രൂപ അവിടെ എക്സ്ട്രാ കിട്ടി. ആ പൈസ നമ്മൾ അവിടെ തന്നെ നിക്ഷേപിച്ചിരിക്കുക. അതാണല്ലോ പലിശ. ആ പലിശ അവിടെ തന്നെ കിട്ടും. ആ 160 രൂപയ്ക്ക് ഒരു കൊല്ലം കൊണ്ട് കിട്ടിയ പലിശയാണ് 8 രൂപ. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, 160 രൂപയ്ക്ക് ഒരു കൊല്ലത്തെ പലിശ 8 രൂപയാണ്. എടാ 160-ന് 8, 160-ന് 8 എങ്കിൽ അത് എത്രയാണ് നിരക്ക് എന്നറിയാൻ മക്കളെ 100 കൊണ്ട് ഗുണിച്ചാൽ മതി. ശരിയാണോ? അപ്പോൾ ഒന്നുകൂടെ, എടാ ഒന്നാമത്തെ കൊല്ലം 160 പലിശ കിട്ടി, രണ്ടാമത്തെ കൊല്ലം 168 പലിശ കിട്ടി. അതിൽ 160 നമ്മുടെ മുതലിൻ്റെ പലിശയാണ്, ബാക്കി 8 എന്ന് പറഞ്ഞാൽ പലിശയുടെ പലിശയാണ്. അപ്പം 160 രൂപ കഴിഞ്ഞ കൊല്ലം ഞാൻ അവിടെ നിക്ഷേപിച്ചു എന്നങ്ങ് ചിന്തിക്കും. 160 രൂപ നിക്ഷേപിച്ചാൽ ഒരു കൊല്ലം കൊണ്ട് നമുക്ക് 8 രൂപ പലിശ വരുമെന്ന് വിചാരിക്കും. അപ്പം 160 രൂപയ്ക്ക് 8 രൂപയാണ് പലിശയെങ്കിൽ, 160-ന് 8 പലിശയെങ്കിൽ അത് എത്രയാണ് നിരക്ക് എന്നറിയാൻ 160-ൽ 8 ഇൻറ്റു 100 ചെയ്താൽ മതി. 0.08, 8-നകത്ത് 8 ഒരു തവണ, 16-നകത്ത് 2 തവണ, 10/2. നമ്മുടെ ഉത്തരം 5%. മക്കളെ അവിടുത്തെ പലിശ നിരക്ക് 5%. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. മനസ്സിലായോ? അടുത്ത ചോദ്യത്തിലോട്ട്. 0.27 ഇൻറ്റു 2.8 പ്ലസ് 0.9 ഇൻറ്റു 0.14 ബൈ 1.8 ഇൻറ്റു 0.7ൻ്റെ വില. ഞാനൊന്ന് എഴുതി കാണിക്കാം. 0.27 ഇൻറ്റു 2.8 പ്ലസ് 0.9 ഇൻറ്റു 0.14 ഡിവൈഡഡ് ബൈ 1.8 ഇൻറ്റു 0.7. മക്കളെ ഇത് പലർക്കും തോന്നും പെട്ടെന്നങ്ങ് വെട്ടി കളയാമെന്ന്. എന്നാൽ ഇത് നമുക്ക് വെട്ടണമെങ്കിൽ ഈ പ്ലസിനെ നിർമ്മാർജ്ജനം ചെയ്തേ മതിയാകൂ. അതായത് ആ പ്ലസ് അവിടുന്ന് മാറണം. ആ പ്ലസ് മാറണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇടത് സൈഡിലുള്ള സംഖ്യ കൃത്യമായിട്ട് ചെയ്തെടുക്കണം, ഈ വലത് സൈഡിലുള്ള സംഖ്യയും കൃത്യമായിട്ട് ചെയ്തെടുക്കണം. എടാ എന്നാൽ ഇവിടെ മൊത്തം ഇൻറ്റു ആയിരുന്നെങ്കിൽ, അതായത് ഈ പ്ലസിന് പകരം അവിടെ ഇൻറ്റു ആയിരുന്നെങ്കിൽ നമുക്ക് വെട്ടി തുടങ്ങാമായിരുന്നു. എന്നാൽ പ്ലസ്സോ മൈനസോ വരുമ്പം ആ പ്ലസിൻ്റെ ഇടത് സൈഡ് നിങ്ങൾ ക്ലിയർ ചെയ്യണം, വലത് സൈഡും ക്ലിയർ ചെയ്യണം, എന്നിട്ടേ വെട്ടാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ വെട്ടുമ്പോൾ 27 ഇൻറ്റു 28 ഗുണിക്കണം. നമുക്കറിയാം 0.27 ഇൻറ്റു 2.8 ഗുണിക്കണം. അപ്പോൾ 27 ഇൻറ്റു 28 ചെയ്യുമ്പം 7 56 6 ശിഷ്ടം 5, 8 2 16, 16 5 21, 7 2 14 ശിഷ്ടം 1, 5 എന്ന് വരും. 6 5 5 2 7, 756 എന്ന് വരും. 756 ഓക്കെ ആണോ? 756. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എത്ര പോയിന്റ് സ്ഥാനം വേണം? ഇവിടെ 2, ഇവിടെ 1, മൊത്തം 3 പോയിന്റ് സ്ഥാനം വരണം. 0.756 വരും. ശരിയാണോ? ഇവിടെ 2 പോയിന്റ് ഉണ്ട് മക്കളെ, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗുണനഫലത്തിൽ മൊത്തം 3 പോയിന്റ് സ്ഥാനം വരണം. അപ്പോൾ 0.756 വരും. പ്ലസ് അടുത്ത 9 ഇൻറ്റു 14, 9 ഗുണിക്കണം 14, 9 4 36 6 ശിഷ്ടം 3, 9 3 12, 126 വരും അല്ലേ? 126. ഇവിടെ 2 പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗുണനഫലത്തിൽ മൊത്തം 3 പോയിന്റ്. 0.126 ഡിവൈഡഡ് ബൈ 1.8 ഇൻറ്റു 0.7. അതിനെ ഗുണിക്കേണ്ട, തൽക്കാലം അങ്ങനെ കിടന്നോട്ടെ. മുകളിലുള്ളതാ ഇവന്മാരെ കൂട്ടിയെടുക്കണം, എന്നിട്ടേ വെട്ടാൻ പാടുള്ളൂ. ശരി, അങ്ങനെ കൂട്ടുമ്പം 0.756 പ്ലസ് 0.126 കൂട്ടുമ്പോൾ 6 6 12 ശിഷ്ടം 1, 5 2 7 1 8, 7 1 8, 0.882 വരും. 0.882 ഡിവൈഡഡ് ബൈ 1.8 ഇൻറ്റു 0.7. ഓക്കെ, ഇനി നമുക്ക് പോയിന്റ് മാറ്റാം. മക്കളെ ഇവിടെ മൊത്തം 3 പോയിന്റ് സ്ഥാനമുണ്ട്. ഇവിടെ 1 1 2 പോയിന്റ് സ്ഥാനമേ ഉള്ളൂ. ശരിയാണോ? എടാ ഇവിടെ മൊത്തം 3 പോയിന്റ് സ്ഥാനമുണ്ട്. ഇവിടെ 1 1 2 പോയിന്റ് സ്ഥാനമേ ഉള്ളൂ. നമുക്കറിയാം ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ളത് മുകളിലാണ്, 3 പോയിന്റ് സ്ഥാനം. 3 പോയിന്റ് സ്ഥാനത്തിനെ മാറ്റാൻ 1000 കൊണ്ട് ഗുണിക്കണം. മുകളിൽ 1000 കൊണ്ട് ഗുണിക്കുമ്പം താഴെയും നമ്മൾ 1000 കൊണ്ട് ഗുണിക്കും, താഴെയും 1000 കൊണ്ട് ഗുണിക്കും. അപ്പം മുകളിൽ 1000 കൊണ്ട് ഗുണിക്കുമ്പോൾ മക്കളെ പോയിന്റ് മാറും, 882. താഴെ നമ്മളിതാ ഇവനെ പോയിന്റ് മാറ്റുമ്പം 2 പോയിന്റ് മാറിയാൽ മതി. ഇവിടെ 2 പോയിന്റ് മാറാൻ മക്കളെ 100 കൊണ്ട് ഗുണിക്കേണ്ട ആവശ്യമേ ഉള്ളൂ അല്ലേ? അപ്പോൾ 1000 കൊണ്ട് ഗുണിക്കുമ്പോൾ ഒരു എക്സ്ട്രാ ഒരു 10 കൂടെ വരില്ലേ? എടാ ഇവനെ 10 കൊണ്ട് ഗുണിച്ചാൽ പോയിന്റ് മാറി, ഇവനെയും 10 കൊണ്ട് ഗുണിച്ചാൽ പോയിന്റ് മാറി. 10 × 10 100 ആയിട്ടുള്ളൂ.
നമുക്കറിയാം മുകളിൽ നമ്മൾ എന്തായാലും 1000 കൊണ്ട് ഗുണിച്ചേക്കുമോ, അപ്പോൾ താഴെ 1000 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഒരു എക്സ്ട്രാ ഒരു 10 കൂടെ വരും. ആ 10 അങ്ങ് എഴുതി. ഓക്കെ ആണേ? ശരി, വെട്ടാം. വെട്ടുമ്പം 8 8 16 2 18, 9 കൊണ്ട് വെട്ടാം. 9 2 തവണ 18, 9 ടു 9 81, 81. ശിഷ്ടം 7 ഉണ്ട്, 72-നകത്ത് 8 തവണ, 8 തവണയെന്ന് വരും. വീണ്ടും വെട്ടാം. 2-നകത്ത് 2 ഒരു തവണ, 9-നകത്ത് 4 തവണ, 18-നകത്ത് 9 തവണ. 49-നെ 7 കൊണ്ട് വെട്ടാം. 7-നകത്ത് 7 ഒരു തവണ, 49-നകത്ത് 7 തവണ. ഇനി വെട്ടാനൊന്നുമില്ല. 7/10 എന്നാണ് വന്നിരിക്കുന്നത് മക്കളെ. 7/10, 7/10 എന്ന് പറഞ്ഞാൽ 0.7. നമ്മുടെ ശരി ഉത്തരം 0.7 ആണ്. ഓപ്ഷൻ ഡി 0.7 ആണ് ശരി ഉത്തരം. മനസ്സിലായോ? എടാ, ഇവിടെ ഒരു പ്ലസ് ഉള്ളതാണ് നമ്മളെ വരച്ചത്. അല്ലെങ്കിൽ നമുക്ക് ആദ്യം മുതലേ വെട്ടി തുടങ്ങാനിരുന്നു. പ്ലസ്സോ മൈനസോ വന്നാൽ നിങ്ങൾ ആദ്യം ഇടതുവശം ക്ലിയർ ചെയ്യണം, പിന്നെ വലതുവശം ക്ലിയർ ചെയ്യണം. എന്നിട്ട് എന്താ അത് കൂട്ടിയിട്ട് വെട്ടുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അതല്ലെങ്കിൽ നമുക്കിതാ ഇവിടുന്ന് 1.4, 0.14 പുറത്തൊക്കെ എടുക്കാൻ പറ്റും. ഇച്ചിരി മെനക്കേടാ. അല്ലെ 0.9 പുറത്തെടുക്കാൻ പറ്റും. അതും ചെയ്യാൻ പറ്റും. പക്ഷേ നല്ലത് നിങ്ങൾ ഈ ഇടത് സൈഡ് ക്ലിയർ ചെയ്യുക, വലത് സൈഡ് ക്ലിയർ ചെയ്യുക, അത് തമ്മിൽ കൂട്ടുക. അതിനെ താഴത്തെ സംഖ്യ കൊണ്ട് ഹരിക്കുന്നതായിരിക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന തെറ്റുകൂടാത്ത മാർഗം. അടുത്ത ചോദ്യം, 3/4 പ്ലസ് 4/5 പ്ലസ് 5/6 വില എത്ര? ഇതാണ് ചോദ്യം. 4 ഓപ്ഷനും കാണാൻ കഴിയുന്നുണ്ട്. വളരെ സിമ്പിളാണ്. നമുക്കറിയാം ഭിന്നസംഖ്യ കൂട്ടുക, 3 വ്യത്യസ്തമായ ചേരമുള്ള ഭിന്നസംഖ്യകളെ കൂട്ടുക. ഒന്നുകിൽ ആദ്യത്തെ ഈ 2 ഭിന്നസംഖ്യകളെ കൂട്ടി ഒരു തുക കിട്ടും, അതിനോട് ഇതുകൂടെ കൂട്ടിയാൽ മതി. ശരിയാണോ? അങ്ങനെ ചെയ്യാം. ആദ്യത്തെ 2 ഭിന്നസംഖ്യ കൂട്ടി തുക എടുത്തിട്ട് ആ തുകയോട് മൂന്നാമത്തെ ഭിന്നസംഖ്യയോടെ കൂട്ടിയാൽ മതിയാകും. അതല്ലെങ്കിൽ 4-ന്റെയും 5-ന്റെയും 6-ന്റെയും കൂടെ LCM എടുക്കാം. LCM എടുക്കുമ്പോൾ മക്കളെ 4-ന്റെയും 5-ന്റെയും 6-ന്റെയും കൂടെ LCM എടുക്കുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. LCM 4 5 6 എഴുതി ചെയ്യുമ്പം 60 എന്ന് വരും. 60. ശരിയാണോ? 60 എന്ന് വരും. അപ്പോൾ ഈ 4-ന്റെയും 5-ന്റെയും 6-ന്റെയും കൂടെ LCM ആയ 60-നെ താഴെ എഴുതി. ശേഷം ആ 60 കൊണ്ട് ഓരോ ഭിന്നസംഖ്യയും ഗുണിക്കും. ആ 60 കൊണ്ട് ഓരോ ഭിന്നസംഖ്യയും ഗുണിക്കും. ഞാനത് കാണിച്ചു തരാം. 60 × 3/4. 4-നകത്ത് 4 ഒരു തവണ, 6-നകത്ത് ഒരു തവണ, ശിഷ്ടം 2 20-നകത്ത് 5 തവണ. 15 3 45 എന്ന് വരും. 45 അല്ലേ? 15 × 3 45. നടുക്കത്തെ ചിഹ്നം പ്ലസ്സാ എഴുതി. വീണ്ടും 60 × അടുത്ത ഭിന്നസംഖ്യ 4/5. 5-നകത്ത് 5 ഒരു തവണ, 60-നകത്ത് 12 തവണ, 12 4 48 എന്ന് വരും. പ്ലസ് അടുത്ത 60 × 5/6. 6-നകത്ത് 6 ഒരു തവണ, 60-നകത്ത് 10 തവണ, 10 × 5 50 എന്ന് വരും. ഓക്കെ, നമ്മളിതാ ഇത് മൂന്നും കൂടെ കൂട്ടും. കൂട്ടുമ്പം 45 45 90, 93, 93 143 എന്ന് വരും. 143/60. 143-നെ 60-നെ വെട്ടാൻ സംഖ്യയൊന്നുമില്ല. ഓപ്ഷൻ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. 143/60. ഓപ്ഷൻ ഡി. സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട്. പെയിന്റ് ചെയ്ത ഒരു സമചതുരക്കട്ട 27 തുല്യ കഷ്ണങ്ങളാക്കി മാറ്റുന്നു. 2 മുഖത്ത് മാത്രം പെയിന്റ് ഉള്ള എത്ര ചെറിയ സമചതുരക്കട്ടകൾ ഉണ്ടാക്കും? നല്ല ചോദ്യമാ മകളെ. പെയിന്റ് ചെയ്ത ഒരു സമചതുരക്കട്ട 27 തുല്യ കഷ്ണങ്ങളാക്കി മാറ്റുന്നു എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഓർത്തു വെച്ചോ. എടാ, 27 തുല്യ സമചതുരക്കട്ടകളാക്കുമ്പോൾ 27 തുല്യ സമചതുരക്കട്ടകളാക്കുമ്പോൾ ഒരു മുഖത്തിൽ 27 തുല്യ സമചതുരക്കട്ടകളാക്കണമെങ്കിൽ ഒരു മുഖത്ത് അല്ലെങ്കിൽ ഒരു വക്കിൽ എത്ര ക്യൂബുകൾ ഉണ്ടായി എന്ന് നിങ്ങൾ ആദ്യം തിരിച്ചറിയണം. 27, അതായത് വലിയ ക്യൂബായിരുന്നു മക്കളെ. ഒരു വലിയ ക്യൂബാ. നോക്ക്, ഒരു വലിയ ക്യൂബിനെ 27 സമചതുരക്കട്ടകളാക്കി മുറിക്കുമ്പം ഒരു മുഖത്ത് എത്ര എണ്ണം ഉണ്ടാകും എന്നറിയാൻ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന നമ്പറിൻ്റെ ക്യൂബ് റൂട്ട് എടുത്താൽ മതി. അതായത് ഒരു വക്കിൽ എത്ര ക്യൂബുകൾ ഉണ്ട് എന്നറിയാൻ തന്നിരിക്കുന്ന സംഖ്യയുടെ ക്യൂബ് റൂട്ട് എടുത്താൽ മതി. അതായത് ഒരു വക്കിൽ ഉണ്ടാകുന്ന ക്യൂബുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ക്യൂബ് റൂട്ട് ഓഫ് 27
എന്ന് പറഞ്ഞാൽ മക്കളെ 3. അതായത് 3ന്റെ ക്യൂബിൽ 27. ഇത് ക്ലിയർ ആണോ? ആദ്യം അത് പറ, ഇത് ക്ലിയർ ആണോ? ഒരു വക്കിലുണ്ടായ ക്യൂബുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന നമ്പറിന്റെ ക്യൂബ് റൂട്ട് എടുക്കണം. അതായത് എപ്പോഴും ഒരു വക്കിലുണ്ടായ ക്യൂബുകളുടെ എണ്ണം വേണം. ഒരു വക്കിൽ ഉണ്ടായ ക്യൂബുകളുടെ എണ്ണം. ഒരു വക്ക് എന്ന് പറഞ്ഞ ഒരു എഡ്ജിൽ അതായത് മക്കളെ ഒരു വക്ക്, ഇതല്ലേ ഒരു വക്ക്, അവിടെ ഉണ്ടായ ക്യൂബുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്ര? 3 എണ്ണമാണ് അല്ലേ? പറഞ്ഞ മനസ്സിലായോ? ഒരു വക്കിലുണ്ടായ ക്യൂബുകളുടെ എണ്ണം എടുക്കും. അതെടുക്കാൻ തന്നിരിക്കുന്ന നമ്പറിന്റെ ക്യൂബ് റൂട്ട് എടുത്താൽ മതി. അപ്പൊ ഇതിനെയാണ് നമ്മൾ n എന്ന് വിളിക്കുന്നത്. n അതായത് ഒരു വക്കിൽ ഉണ്ടായ ക്യൂബുകളുടെ എണ്ണം. ഒരു വക്കിൽ ഉണ്ടായ ക്യൂബുകളുടെ എണ്ണം. ഒരു വക്കിൽ ഉണ്ടായ ക്യൂബുകളുടെ എണ്ണം. ഇനി കേട്ടോണേ, സ്ഥിരമായിട്ട് ചോദിക്കുന്നത് 3 മുഖത്തും ചായം കലർന്ന ക്യൂബുകളുടെ എണ്ണം. അതായത് 3 മുഖത്തും ചായം കലർന്ന ക്യൂബുകളുടെ എണ്ണം. 3 മുഖത്തും ചായം കലർന്ന ക്യൂബുകളുടെ എണ്ണം നിങ്ങൾ കാണാതെ പഠിച്ചു. അത് എപ്പോഴും മക്കളെ ഉത്തരം 8. അതൊരു ഫിക്സഡ് നമ്പറാ, കോൺസ്റ്റന്റാ, പഠിച്ചു വെച്ചു. 3 മുഖത്തും ചായം കലർന്ന ക്യൂബുകളുടെ എണ്ണം എപ്പോഴും 8. 3 മുഖത്തും ചായം കലർന്ന ക്യൂബുകളുടെ എണ്ണം എപ്പോഴും 8. ഇനി 2 മുഖത്ത് മാത്രം ചായം കലർന്ന ക്യൂബുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ 2 മുഖത്ത് മാത്രം പെയിന്റ് പറ്റിയ ക്യൂബുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ n-2 × 12. പറ n-2 × 12. പറ n-2 × 12. പറ n-2 × 12. 3 മുഖത്തും ചായം കലർന്ന ക്യൂബുകളുടെ എണ്ണം. അത് ഏത് ചോദ്യം ചോദിച്ചാലും മക്കളെ 8. അത് ഏത് ചോദ്യം ചോദിച്ചാലും മക്കളെ ഉത്തരം 8. ഇനി 2 മുഖത്ത് മാത്രം ചായം കലർന്ന ക്യൂബുകളുടെ എണ്ണം ചോദിച്ചാൽ അത് എപ്പോഴും n-2 × 12. n-2 × 12. n-2 × 12. ഇനി ഒരു മുഖത്ത് മാത്രം ചായം കലർന്ന ക്യൂബുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ n-2 the whole square into 6. പറ n-2 the whole square into 6. പറ n-2 the whole square into 6. എടാ n-2 the whole square into 6. മനസ്സിലായോ? ഇനി ചായം കലരാത്ത ക്യൂബുകളുടെ എണ്ണം. ചായം കലരാത്ത ക്യൂബുകളുടെ എണ്ണം n-2 the whole cube. ചായം കലരാത്ത എന്ന് പറഞ്ഞാൽ ഒരു മുഖത്ത് പോലും ചായം പറ്റാത്ത ക്യൂബുകളുടെ എണ്ണം n-2 the whole cube. നിങ്ങൾ ഈ ഒരു 4 എണ്ണം ഒന്ന് പഠിച്ചു വെച്ചേ, ബൈഹാർട്ട് ചെയ്തേ. എടാ 3 മുഖത്തും ചായം കലർന്ന അല്ലെങ്കിൽ പെയിന്റ് പറ്റിയ ക്യൂബുകൾ എപ്പോഴും 8. 2 മുഖത്ത് മാത്രം പെയിന്റ് പറ്റിയ ക്യൂബുകളുടെ എണ്ണം n-2 × 12. n-2 × 12. ഒരു മുഖത്ത് മാത്രം ചായം കലർന്ന ക്യൂബിന്റെ എണ്ണം n-2 the whole square into 6. n-2 the whole square into 6. ചായം കലരാത്ത ക്യൂബുകളുടെ എണ്ണം n-2 the whole cube. അപ്പം ഞാനിവിടെ എല്ലാത്തിൻ്റെയും ഉത്തരം എന്ന് പറഞ്ഞുതരാം മക്കളെ. 27 സമയക്കട്ടളാക്കില്ലേ എങ്കിൽ 3 മുഖത്തും ചായം കലർന്ന ക്യൂബിൻ്റെ എണ്ണം മക്കളെ അത് എപ്പോഴും 8. ഓക്കെ. ഇനി 2 മുഖത്ത് ചായം കലർന്ന ക്യൂബുകളുടെ എണ്ണം വേണം. ഇവിടുത്തെ n എന്ന് പറഞ്ഞാൽ ഒരു മുഖത്തുണ്ടായ, അതായത് ഒരു വക്കിലുണ്ടായ ക്യൂബുകളുടെ എണ്ണമാണ് n. ഒരു വക്കിലുണ്ടായ ക്യൂബുകളുടെ എണ്ണമാണ് n. അപ്പോൾ ഇവിടുത്തെ n 3. 3 ൽ 1 കുറയ്ക്കും, 3 ൽ 2 കുറയ്ക്കും. 3 ൽ 2 കുറച്ചാൽ 1. 1 × 12 അത് 12. 2 മുഖത്തും ചായം കലർന്ന ക്യൂബുകളുടെ എണ്ണം 12. എങ്ങനാ? 3 ൽ 2 കുറച്ചേ, 3 ൽ 2 കുറച്ചാൽ 1. 1 × 12 12 കഴിഞ്ഞു. അപ്പോൾ 2 മുഖത്തും ചായം കലർന്ന ക്യൂബിൻ്റെ എണ്ണം 12. ഇനി ഒരു മുഖത്ത് ചായം കലർന്ന ക്യൂബിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ വീണ്ടും n 3. 3 ൽ 2 കുറയ്ക്കും, 3 ൽ 2 കുറച്ചാൽ 1. 1ൻ്റെ സ്ക്വയർ എടുക്ക്, 1ൻ്റെ സ്ക്വയർ 1 തന്നെ. ആ 1 × 6 എടുക്ക്, 6. എടാ ഒരു മുഖത്ത് മാത്രം ചായം കലർന്ന ക്യൂബിൻ്റെ എണ്ണം 6. ഒന്നുകൂടെ 3 ൽ 2 കുറച്ചാൽ 1. 1ൻ്റെ സ്ക്വയർ എടുക്കണം ആദ്യം. 1ൻ്റെ സ്ക്വയർ 1 തന്നെ. ആ 1 × 6 ചെയ്യണം. 1 × 6 എന്ന് പറഞ്ഞാൽ 6. അതായത് ഒരു മുഖത്ത് മാത്രം ചായം കലർന്ന ക്യൂബിൻ്റെ എണ്ണം 6. മനസ്സിലായോ? അടുത്ത ചായം കലരാത്ത ക്യൂബിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ n-2 the whole cube. n 3. 3 ൽ 2 കുറച്ച 1. 1ൻ്റെ ക്യൂബ് മക്കളെ 1 തന്നെ. ഇവിടെ 1ൻ്റെ ക്യൂബ് 1 തന്നെ. നമ്മുടെ ചോദ്യം 2 മുഖത്ത് മാത്രം ചായം കലർന്ന ക്യൂബുകൾ എണ്ണോ അല്ലേ? 2 മുഖത്ത് മാത്രം ചായം കലർന്ന ക്യൂബിൻ്റെ എണ്ണോ? ഉത്തരം 12. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ക്ലിയർ ആയി കാണുമെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 1/5 + 2/5 + 3/5 + 4/5 + 5/5 എന്ന തുകയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏത്? മക്കളെ ഒന്നുമില്ല.
അതിന് നിങ്ങൾ ഇതങ്ങ് ഓർത്ത് വെക്കണം. 0 1 2 3 4 ആദ്യത്തെ 5 അക്കങ്ങളാണേ. 0 1 2 3 4 0 1 2 3 4 ആദ്യത്തെ 5 അക്കങ്ങളായേ. അതിന് ശേഷമുള്ള അടുത്ത 5 അക്കങ്ങൾ 5 6 7 8 9. അപ്പം ഞാൻ ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ആദ്യത്തെ 4 അക്കങ്ങൾ ഇങ്ങനെ. ഓർത്തോ, 0 1 5 6 0 1 5 6 കണ്ടോ? ആദ്യത്തെ 4 ഇങ്ങനെ ബോക്സ് 0 1 5 6. ഇവയുടെ പവറുകളായിട്ട്, അതായത് ഈ സംഖ്യകളുടെ പവറുകളായിട്ട് ഏത് സംഖ്യ വന്നാലും അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കങ്ങൾ ഇവർ തന്നെയായിരിക്കും. ഈ സെയിം നമ്പർ തന്നെയായിരിക്കും ഒന്നാമത്തെ സാധനം. 0 1 5 6 എന്നീ അക്കങ്ങളുടെ പവറുകളായിട്ട് ആര് വന്നാലും അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ യൂണിറ്റ് പ്ലേസിൽ അവർ തന്നെ വരും. ഓക്കെ, 0 1 5 6. ഇനി കേട്ടോ, അവസാനത്തെ 2 പേര് കണ്ടോ, 4 9. ഇതിൻ്റെ പവറുകളായിട്ട് കേട്ടോ മക്കളെ, 4 × 1 4. 4ൻ്റെ സ്ക്വയർ 16, അതായത് ഒറ്റയുടെ സ്ഥാനത്ത് 6. 4ൻ്റെ ക്യൂബ് 64, ഒറ്റയുടെ സ്ഥാനത്ത് 4. 4 × 4 എന്ന് പറഞ്ഞാൽ 256, അവസാനത്തേക്ക് 6. അപ്പം ഒന്ന് ആലോചിച്ചേ, 4ൻ്റെ പവറായിട്ട് ഒറ്റ സംഖ്യ വന്നാൽ ഒറ്റയുടെ സ്ഥാനത്ത് 4 വരും. 4ൻ്റെ പവറായിട്ട് ഇരട്ട സംഖ്യ വന്നാൽ ഒറ്റയുടെ സ്ഥാനത്ത് 6 വരും. കണ്ടോ, 4ൻ്റെ പവറായിട്ട് ഒറ്റ സംഖ്യ വന്നാൽ 4 × 1 എന്ന് പറഞ്ഞാൽ 4. 4 × 2 16. അതായത് 4ൻ്റെ പവറായിട്ട് ഒറ്റ സംഖ്യ വന്നാൽ ഒറ്റയുടെ സ്ഥാനത്ത് 4 വരും. 4ൻ്റെ പവറായിട്ട് ഇരട്ട സംഖ്യ വന്നാൽ ഒറ്റയുടെ സ്ഥാനത്ത് 6 വരും. ഓക്കെ ആണോ? അതേപോലെ 9 × 1 9. 9ൻ്റെ സ്ക്വയർ 81, അതായത് ഒറ്റയുടെ സ്ഥാനത്ത് 1. 9ൻ്റെ ക്യൂബ് 729, അതായത് ഒറ്റയുടെ സ്ഥാനത്ത് 9. 9 × 4ൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് 1. വീണ്ടും നോക്ക്, 9ൻ്റെ പവറായിട്ട് ഒറ്റ സംഖ്യ വന്നാൽ ഒറ്റയുടെ സ്ഥാനത്തേക്ക് 9 വരും. 9ൻ്റെ പവറായിട്ട് ഇരട്ട സംഖ്യ വന്നാൽ ഒറ്റയുടെ സ്ഥാനത്തേക്ക് 1 വരും. ഓക്കെ, 9ൻ്റെ പവറായിട്ട് 1 വന്നാൽ ഒറ്റയുടെ സ്ഥാനത്തേക്ക് 9. 9ൻ്റെ പവറായിട്ട് ഇരട്ട സംഖ്യ, 9ൻ്റെ പവറായിട്ട് ഒറ്റ സംഖ്യ വന്നാൽ ഒറ്റയുടെ സ്ഥാനം 9 തന്നെ. 9ൻ്റെ പവറായിട്ട് ഇരട്ട സംഖ്യ വന്നാൽ ഒറ്റയുടെ സ്ഥാനത്ത് മക്കളെ 1 വരും. ഒന്നുകൂടെ, 9ൻ്റെ പവറായിട്ട് ഒറ്റ സംഖ്യ വന്നാൽ ഒറ്റയുടെ സ്ഥാനത്തേക്ക് 9 വരും. 9ൻ്റെ പവറായിട്ട് ഇരട്ട സംഖ്യ വന്നാൽ ഒറ്റയുടെ സ്ഥാനത്ത് 1 വരും. ഇനി ഇവന്മാരാണ് കുറച്ച് ഡേഞ്ചർ. ഇവരുടെ പവറുകളായിട്ട് ഏത് സംഖ്യ തന്നാലും നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് അറിയോ? ആ പവറിനെ 4 കൊണ്ട് ഹരിക്കണം. 4 കൊണ്ട് ഹരിക്കണം. അങ്ങനെ ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എന്താണോ അത് ഇവരുടെ പവറുകളാക്കി ഇട്ട് കൊടുക്കണം. അപ്പോൾ എന്താണോ ഒറ്റയുടെ സ്ഥാനം അതായിരിക്കും നമ്മുടെ ഉത്തരം. ഉദാഹരണം പറഞ്ഞാൽ 2 × 55. ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടുപിടിക്കാൻ 55നെ നിങ്ങൾ 4 കൊണ്ട് ഹരിക്കണം. അപ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്ര കിട്ടും? ശിഷ്ടം 3 വരും. എങ്കിൽ 2 × 55 പകരം 2 × 3 എടുത്താൽ മതി. നമുക്കറിയാം 2 × 3 എന്ന് പറഞ്ഞാൽ 8. എങ്കിൽ 2 × 55ൻ്റെ ഒറ്റയുടെ സ്ഥാനത്തേക്ക് 8 ആയിരിക്കും. അതേപോലെ 7 × 42 ഒറ്റയുടെ സ്ഥാനം കണ്ടുപിടിക്കണം. നിങ്ങൾ 42നെ 4 കൊണ്ട് ഹരിക്കണം. 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം മക്കളെ 2 വരും. എങ്കിൽ ആ ശിഷ്ടം 7ൻ്റെ പവറായിട്ട് അങ്ങിട്ട് കൊടുത്താൽ മതി. 7ൻ്റെ സ്ക്വയർ 49 അല്ലേ? അതിൻ്റെ ഒറ്റയുടെ സ്ഥാനം 9 അല്ലേ? അതുകൊണ്ട് തന്നെ 7 × 42ൻ്റെ ഒറ്റയുടെ സ്ഥാനത്തേക്ക് 9 ആയിരിക്കും. 8 × 60 നിങ്ങൾ 4 കൊണ്ട് ഹരിക്കണം. ശിഷ്ടം 0 വരും. കേട്ടോണം, ശിഷ്ടം 0 വന്നാൽ മക്കളെ അവിടെ 4 ഇട്ട് കൊടുക്കണം. അത് മാത്രം ശ്രദ്ധിക്കണം. ശിഷ്ടം 1 വരും. 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരും, 2 വരും, 3 വരും. 4 കൊണ്ട് ഹരിക്കുമ്പം ശിഷ്ടം 4 വരത്തില്ലല്ലോ. 4 വരുന്നതിന് പകരമാണ് 0 വരുന്നതെന്ന് വിചാരിക്കുക. അതുകൊണ്ട് 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 വരുന്നതെങ്കിൽ അവിടെ 4 ഇട്ട് കൊടുക്കണം. മനസ്സിലായോ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ ഇതെല്ലാം അറിയണമെങ്കിൽ മക്കളെ, ഇതെല്ലാം ഒരു വലിയ ടോപ്പിക്കാണ്. യൂണിറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ വലിയ ടോപ്പിക്കാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി, അതായത് പഠിച്ചവർക്ക് റിവിഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം കൂടെ പറഞ്ഞു വരുമ്പോൾ തന്നെ ഏകദേശം 1.5 മണിക്കൂർ ഒരു വലിയ ക്ലാസ് ആയത്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി വളരെ വേഗത്തിൽ പറഞ്ഞതാ. അപ്പോൾ 1 × 5 ഒന്ന് പറഞ്ഞേ. നമുക്കറിയാം 1ൻ്റെ പവറായിട്ട് എന്ത് തന്നെ വന്നാലും ആ സംഖ്യയുടെ അവസാനത്തേക്ക് 1. 1 2 × 5.
അപ്പോൾ 2ന്റെ പവറായിട്ട് 5 വന്നാൽ ആ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനം കണ്ടുപിടിക്കുന്നത് എങ്ങനെ? ഒറ്റയുടെ സ്ഥാനം കണ്ടുപിടിക്കുന്നത് എങ്ങനെ? 5നെ എനിക്കറിയാം 4 കൊണ്ട് ഹരിക്കും. 1 4 4 ശിഷ്ടം 1 ശിഷ്ടം 1 1. അപ്പോൾ അതാ നമ്മൾ എന്ത് ചെയ്യണ്ടേ? 2 ഇട്ട് കൊടുക്കണം. 2 മക്കളെ 2 അല്ലേ? 2. അപ്പോൾ 2 ഒറ്റയുടെ സ്ഥാനത്ത്. അടുത്ത 3/5. എനിക്കറിയാം 3/5 എന്ന് പറഞ്ഞാൽ ഇക്കൂട്ടത്തിൽ വരുന്ന സംഖ്യ 3. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യണ്ടേ? 5നെ 4 കൊണ്ട് ഹരിക്കണം. 1 4 4 ശിഷ്ടം 1 അല്ലേ? അപ്പോൾ ഈ ശിഷ്ടം കിട്ടി 1 3ന്റെ പവർ ആക്കി ഇട്ട് കൊടുക്കണം. 3ന്റെ പവർ 3/1 എന്ന് പറഞ്ഞാൽ മക്കളെ 3. അപ്പോൾ ആ സംഖ്യയുടെ അവസാനത്തേക്കും 3 ആയിരിക്കും. 4/5 എനിക്കറിയാം 4/5. എടാ അവസാന ഗ്രൂപ്പിൽ വരുന്നവന്മാരാ 4. എനിക്കറിയാം 4ന്റെ പവറായിട്ട് ഓഡ് നമ്പർ വന്നാൽ ഒറ്റയുടെ സ്ഥാനത്ത് 4 തന്നെ. 4ന്റെ പവറായിട്ട് ഈവൻ നമ്പർ വന്നാൽ ഒറ്റയുടെ സ്ഥാനത്ത് 6. അപ്പോൾ ഇവിടെ 4/5 എന്ന് പറഞ്ഞാൽ 5 എന്ന് പറഞ്ഞ ഓഡ് നമ്പരാ മക്കളെ. 5 എന്ന് പറഞ്ഞ ഓഡ് നമ്പരാ. അപ്പോൾ ആ സംഖ്യയുടെ അവസാനത്തെ അക്കമായിട്ട് 4 തന്നെ വരും. 5/5. എനിക്കറിയാം 5 എന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പിൽ വരുന്നത്. അപ്പം 5ന്റെ പവറായിട്ട് ഏത് സംഖ്യ വന്നാലും അതിൻ്റെ അവസാനത്തേക്കോ 5 തന്നെ. എങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവയുടെ തുകയുടെ ഒറ്റയുടെ സ്ഥാനത്തേക്കോ. തുക കാണണമെങ്കിൽ ആദ്യം ഒറ്റയുടെ സ്ഥാനങ്ങൾ തമ്മിൽ നമ്മൾ കൂട്ടുമ്പം 5ഉം 4ഉം 9. 9 1 10. 13 2 15. 15ന് അവസാനത്തേക്കോ 5 മതി. നമ്മുടെ ഉത്തരം കിട്ടി. ഓപ്ഷൻ സി 5 ആണ്. മനസ്സിലായോ? ക്ലിയർ ആണോ? അടുത്ത ചോദ്യത്തിലോട്ട്. 250 രൂപയ്ക്ക് വാങ്ങിയ സാരിയുടെ പുറത്ത് ഒരു കടക്കാരൻ 8% ലാഭം എടുക്കാൻ ഉദ്ദേശിക്കുന്നു. 10% ഡിസ്കൗണ്ട് നൽകി വിൽക്കണമെങ്കിൽ സാരിയുടെ വില എത്രയെന്ന് രേഖപ്പെടുത്തണം. മക്കളെ 250 രൂപ കോസ്റ്റ് പ്രൈസ് ഉള്ള ഒരു സാരി. 250 രൂപ കോസ്റ്റ് പ്രൈസ് ഉള്ള ഒരു സാരി. അതിൽ കടക്കാരന് 8% ലാഭം കിട്ടണം. എടാ ഇവന് 8% ലാഭം കിട്ടണം. ഓക്കെ, അപ്പോൾ അത്രയും സെറ്റ് 250 രൂപയ്ക്ക് വാങ്ങിയ സാരിയാണ്. അവന് 8% ലാഭം കിട്ടണമെങ്കിൽ 250 രൂപയുടെ 100ൽ മക്കളെ 108 കിട്ടണ്ടേ? അപ്പോൾ അതിന് വിൽക്കേണ്ട വിലയെന്ന് പറഞ്ഞാൽ 250 രൂപയുടെ 100ൽ 108നല്ലേ? ആലോചിക്കുക. അവന് 8% ലാഭം എടുക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞാൽ 250 രൂപയ്ക്ക് വാങ്ങിയ സാധനമാണ്. അതും കിട്ടണം, 8% അധികവും കിട്ടണം എന്ന് പറഞ്ഞാൽ 100ഉം കിട്ടണം, ഒരു 8% അധികവും 108% കിട്ടണം. അപ്പം 100ൽ 108% കിട്ടണം. ഈ ഒരു 0 ഈ ഒരു 0 വെട്ടിക്കളയാം. നമുക്ക് 108 × 25 എന്ന് എഴുതി നോക്കാം. 108 × 25. 8 5 40 0 ശിഷ്ടം 4. 5 4 വരും. ഒരു 5 5. 8 2 10 ശിഷ്ടം 1. 2 0 0 1 1 2 2 0 4 6 2640/10 ഉണ്ട്. അപ്പോൾ 264 എന്ന് വരും. ഓക്കെ, അതായത് അവൻ സെല്ല് ചെയ്യുന്ന പ്രൈസ് മക്കളെ 264. ഇത് മനസ്സിലായോ? എടാ അവൻ്റെ കോസ്റ്റ് പ്രൈസ് 250, വാങ്ങിയ വില 250. അവൻ 8% ലാഭോടെ ചേർത്ത് അവ 264 വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത്രയും ക്ലിയർ ആണോ? 8% ലാഭോടെ കിട്ടണമെങ്കിൽ 250ൻ്റെ 100ൽ 108 കിട്ടണം. എടാ കാര്യം 8% അധികം കിട്ടണം. അപ്പോൾ 264 അവൻ വിൽക്കേണ്ടത്. ഓക്കെ, ഇനി പറയുന്നു 8% ലാഭം എടുക്കാൻ ഉദ്ദേശിക്കുന്നു. 10% ഡിസ്കൗണ്ട് നൽകി വിൽക്കണമെങ്കിൽ സാരിയുടെ വില എത്രയെന്ന് രേഖപ്പെടുത്തണം. അതായത് ഒരു കസ്റ്റമർ വന്ന് കാണുന്ന വില ഇതായിരിക്കരുത്. എപ്പോഴും കസ്റ്റമർ കാണുന്ന വില മക്കളെ ഇതിനേക്കാൾ കൂടുതലായിരിക്കണം. കസ്റ്റമർ കാണുന്ന വിലയിൽ നിന്നുമാണ് 10% ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അപ്പം മനസ്സിലായി, കസ്റ്റമർ വന്ന് കാണുന്ന വിലയെ നമുക്ക് 100% എന്ന് വിളിക്കാം. കസ്റ്റമർ വന്ന് കാണുന്ന വിലയെ 100% എന്ന് വിളിക്കാം. അതിൽ 10% കുറച്ചിട്ടല്ലേ നമ്മൾ ഈ വിലയ്ക്ക് വിൽക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ വിലയ്ക്ക് വിൽക്കണമെന്ന് കച്ചവടക്കാരൻ തീരുമാനിച്ച് വെച്ചിരിക്കുമോ? പക്ഷേ കസ്റ്റമർ നേരിട്ട് വന്ന് കാണുന്ന വില ഇതാവരുത്. ഇതിനേക്കാൾ വില കൂട്ടി അങ്ങ് എഴുതുവാനകത്തിൽ അല്ലേ? എന്നിട്ടാണ് 10% കുറയ്ക്കുന്നത്. അപ്പം നമുക്കിതാ ഇതിനെ കസ്റ്റമറിൻ്റെ കണ്ണിലെ 90% അല്ലേ 264? അതെ, കസ്റ്റമർ വന്ന് നേരിട്ട് കാണുന്ന വില ഇതല്ല. കസ്റ്റമർ ഇതിനേക്കാൾ വലിയൊരു വിലയാണ് കാണുന്നത്. 100% വില കാണും. അതിനകത്ത് നിന്ന് 10% കുറച്ച് 90%-ന് കൊടുക്കും. ആ കൊടുക്കുന്ന വിലയാണ് 264. അപ്പം മനസ്സിലായി, 90% എന്ന് പറയുന്നത് 264. എങ്കിൽ ആ കസ്റ്റമർ വന്ന് കണ്ട വിലയല്ലേ നമ്മൾ അതിനകത്ത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതായത് 100% വില. ആ 100% വില എത്രയാണെന്നറിയാൻ ക്രോസ് ഗുണിക്കും. 100 × 264 ഡിവൈഡഡ് ബൈ 90. 0 0 വെട്ടാം. ഓക്കെ, 4 4 10 12 3 കൊണ്ട് വെട്ടാം.
ഇവിടെ 3 വെട്ടം, ഇവിടെ 8 3 24, 24 വീണ്ടും 8 എന്ന് വരും അല്ലേ, 88 എന്ന് വരും. ഇനി വെട്ടാൻ പറ്റത്തില്ല. 88 × 10 എന്ന് പറഞ്ഞാൽ 880. 880/3 ചെയ്യണം. 880-നെ 3 കൊണ്ട് ഹരിക്കണം. ശരിയാണോ? അപ്പോൾ 880/3 ചെയ്യുമ്പം 2 3 6, ശിഷ്ടം 2 20-നകത്തി വീണ്ടും 9 3 27, ശിഷ്ടം 1 10-നകത്തി 3 3 293 പോയിന്റ് എന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. 293 എന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. നമുക്ക് 293 നിർത്താൽ മതി. 293 ആണ് കേട്ടോ, 97 അല്ല, 93. 293 രൂപയാണ് എങ്കിൽ അതിൽ രേഖപ്പെടുത്തേണ്ടത് 293 രൂപ. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഓക്കെ ആണെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: ഒരു സമബഹുഭുജത്തിൻ്റെ ഒരു ആന്തരകോണിൻ്റെ അളവ് 150 ഡിഗ്രിയാണ്. ഈ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? മക്കളെ, ഒരു സമബഹുഭുജം എന്നാണ് പറയുന്നത്. സമബഹുഭുജം അതായത് റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞാൽ ഈക്വൽ പോളിഗൺ ബഹുഭുജം. അതിൻ്റെ ഒരാന്തരകോണിൻ്റെ അളവ് തന്നിട്ടുണ്ട് 150. എന്ന് പറഞ്ഞാൽ സമബഹുഭുജം എന്ന് പറഞ്ഞാൽ എന്തുവാ? എല്ലാ വശങ്ങളും തുല്യവ, എല്ലാ ആന്തരകോണുകളും തുല്യവ, എല്ലാ ബാഹ്യകോണുകളും തുല്യവ. ഇവിടെ അകത്തുള്ള ഇന്റീരിയർ ആംഗിൾ എല്ലാം തുല്യവ, എക്സ്റ്റീരിയർ ആംഗിൾ എല്ലാം തുല്യവ. അങ്ങനെ വരുന്ന ഒരു ബഹുഭുജത്തെ വിളിക്കുന്നവരാണ് സമബഹുഭുജം. അതിൻ്റെ ഒരാന്തരകോണിൻ്റെ അളവ് തന്നിട്ടുണ്ട് എങ്കിൽ ഇതിന് എത്ര വശങ്ങളുണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. മക്കളെ, വളരെ സിമ്പിളാണ്. എപ്പോഴും ഒരാന്തരകോണിൻ്റെ അളവ്, ഇപ്പോൾ ഒരു ബഹുഭുജമാണെന്നിരിക്കട്ടെ, ഇതൊരു ബഹുഭുജമാണെന്നിരിക്കട്ടെ, ഒരാന്തരകോണിൻ്റെ അളവ് 150 എങ്കിൽ അതിൻ്റെ ബാഹ്യകോണം എന്ന് പറഞ്ഞാൽ മക്കളെ എത്ര ആയിരിക്കും? ബാക്കി 30 ആയിരിക്കണം. കാര്യം നമുക്കറിയാം, ഒരു ലീനിയർ പെയർ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 180 ഡിഗ്രി വരണം. 180 ഡിഗ്രി വരണം. ശരിയാണോ? 180 ഡിഗ്രി വരണം. അപ്പോൾ ഒരാന്തരകോൺ 150 എങ്കിൽ ഒരു ബാഹ്യകോൺ, ഒരു എക്സ്റ്റീരിയർ ആംഗിൾ 30 ആയിരിക്കണം. അപ്പോൾ ആ സംഭവം ഇത്രയേ ഉള്ളൂ. എപ്പോഴും വശങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ സമ്മായ 360. ഏത് ബഹുഭുജത്തിൻ്റെയും എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ സമ്മ മക്കളെ 360 ഡിഗ്രി ആയിരിക്കും. ഏത് ബഹുഭുജത്തിൻ്റെയും എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ സമ്മ്, എക്സ്റ്റീരിയർ ആംഗിൾ എത്ര എണ്ണം കൂട്ടിയാലും 360 വരത്തുള്ളൂ. അപ്പോൾ വശങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ സമ്മിനെ 360-നെ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ കൊണ്ട് ഹരിച്ചാൽ മതി. ഇവിടെ ഒരു ഇന്റീരിയർ ആംഗിൾ മക്കളെ 150 ആണെന്ന് പറയുന്നു, ഒരു ആന്തരകോൺ. അപ്പോൾ ഒരു ബാഹ്യകോൺ എന്തായാലും 30 ആയിരിക്കും. ഒരു ബാഹ്യകോൺ 30 ആയിരിക്കും. കാര്യം 30 വരും. ഇനി നമുക്കറിയാം ബാഹ്യകോണുകളുടെ തുക 360. എങ്കിൽ ആ 360-നെ ഒരു ബാഹ്യകോണിൻ്റെ അളവ് കൊണ്ട് ഹരിച്ചാൽ അതാണ് വശങ്ങളുടെ എണ്ണം. 0 0 വെട്ടാം. 3-നകത്ത് 3 ഒരു തവണ, ഇവിടെ ഒരു തവണ, 6-നകത്ത് 2 തവണ, 12 എന്ന് വരും. എങ്കിൽ അതിൻ്റെ വശങ്ങളുടെ എണ്ണം 12 ആണ്. അടുത്ത ചോദ്യം: 500 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 1 മിനിറ്റിൽ 1500 മീറ്റർ സഞ്ചരിക്കുന്നു. ഒരു ഇലക്ട്രിക് പോസ്റ്റ് കടക്കാൻ ട്രെയിൻ എത്ര സമയമെടുക്കും? ഒന്നുമില്ല, സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. സമയം. ഇലക്ട്രിക് പോസ്റ്റ് കടക്കാൻ ട്രെയിനിന് വേണ്ട സമയം ടൈമാണ് കാണേണ്ടത്. ടൈം കാണുന്നത് എങ്ങനെയാ മക്കളെ? ടൈം കാണുന്നത് എങ്ങനെയാ? ഡിസ്റ്റൻസ് ബൈ സ്പീഡാ. ഓക്കെ, പറ. 500 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 1 മിനിറ്റിൽ 1500 മീറ്റർ സഞ്ചരിക്കുന്നു. 1 മിനിറ്റിൽ 500 മീറ്റർ ആണ് ഈ ട്രെയിനിന്റെ നീളം. ഇനി പറയുന്നു 1 മിനിറ്റിൽ 1500 മീറ്റർ സഞ്ചരിക്കുന്നു. 1 മിനിറ്റിൽ 1500 മീറ്റർ സഞ്ചരിക്കുമ്പം നമുക്കതിൻ്റെ വേഗത കണ്ടുപിടിക്കാൻ പറ്റും. 1 മിനിറ്റിൽ 1500 മീറ്റർ സഞ്ചരിക്കുമ്പം 1000 ഒരു സെക്കൻഡിൽ എത്ര സഞ്ചരിക്കുന്നതെന്നറിയാൻ 1500/60 ചെയ്താൽ മതി. കാര്യം 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ മക്കളെ 60 സെക്കൻഡാ. ശരിയല്ലയോ? 60 സെക്കൻഡ്. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര പോയെന്നറിയാൻ 1500-നെ 60 കൊണ്ട് ഹരിച്ചാൽ മതി. 0 0 പോയി. 3 കൊണ്ട് വെട്ടുമ്പോൾ ഇവിടെ 2 വെട്ടം, ഇവിടെ 5 50 എന്ന് വരും. 50/2 എന്ന് പറഞ്ഞാൽ 25. അതായത് 25 മീറ്റർ പെർ സെക്കൻഡ് ആണ് ആ ട്രെയിനിൻ്റെ വേഗത. ഓക്കെ, ആ ട്രെയിനിൻ്റെ വേഗത മക്കളെ, ആ ട്രെയിനിൻ്റെ സ്പീഡ് എത്ര കിട്ടും?
ആ ട്രെയിനിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞ മക്കളെ 25 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ ആണോ? 25 മീറ്റർ പെർ സെക്കൻഡ്. ഇനി പറ, ഈ ട്രെയിൻ 1 മിനിറ്റിൽ 1500 മീറ്റർ സഞ്ചരിക്കുന്നു. അതിൽ നിന്ന് മനസ്സിലായി ട്രെയിനിൻ്റെ വേഗത 25 മീറ്റർ പെർ സെക്കൻഡ്. ഒരു ഇലക്ട്രിക് പോസ്റ്റ് മറികടക്കാൻ ട്രെയിൻ എത്ര സമയം എടുക്കുമെന്നാണ് ചോദ്യം. നമുക്കറിയാം, ഇലക്ട്രിക് പോസ്റ്റ് കടക്കണമെങ്കിൽ ട്രെയിന് വേണ്ട സമയം കണ്ടുപിടിക്കാൻ. ഇലക്ട്രിക് പോസ്റ്റ് കടക്കാൻ ട്രെയിൻ പ്രത്യേകിച്ച് വേറെ നീളങ്ങളൊന്നും കടക്കണ്ട, ട്രെയിനിൻ്റെ നീളം മാത്രം കടന്നാൽ മതി. ഇതൊരു ഇലക്ട്രിക് പോസ്റ്റ് ആണെങ്കിൽ മക്കളെ, ഇതിനെ കടന്നു പോകണമെങ്കിൽ അത് ട്രെയിനിൻ്റെ നീളം തന്നെ കടന്നു പോയാൽ മതി, അല്ലാതെ പ്രത്യേകിച്ച് വേറെ നീളങ്ങളൊന്നും കടക്കണ്ട. എങ്കിലും ഒരു ഇലക്ട്രിക് പോസ്റ്റ് കടക്കണമെങ്കിൽ എത്ര ദൂരം സഞ്ചരിക്കണം? ദൂരം എത്ര? സഞ്ചരിക്കേണ്ട ദൂരം എത്ര? ദൂരം മക്കളെ 500 മീറ്റർ. അതായത് ട്രെയിനിൻ്റെ നീളം തന്നെയാണ്. ട്രെയിനിൻ്റെ നീളം തന്നെയാണ് ആണോ? ഡിവൈഡഡ് ബൈ 500 മീറ്റർ ആണേ. സ്പീഡ് എടുക്കണം. സ്പീഡ് 25 മീറ്റർ പെർ സെക്കൻഡ് എന്ന്. 25 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? സ്പീഡ് നമ്മൾ കണ്ടുപിടിച്ചു. കാര്യം ഒരു മിനിറ്റിൽ 1500 മീറ്റർ പോകും. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ മക്കളെ 60 സെക്കൻഡ്. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര പോയെന്നറിയാൻ 1500നെ 60 കൊണ്ട് ഹരിച്ചാൽ മതി. വെട്ടാം. 25-നകത്ത് 25 തവണ, 50-നകത്ത് 2 തവണ 20. മീറ്ററും പോവും. 20 സെക്കൻഡ് എന്ന് കിട്ടും. നമ്മുടെ ഉത്തരം 20 സെക്കൻഡ്. എങ്കിൽ ഇലക്ട്രിക് പോസ്റ്റിനെ കടക്കാൻ ട്രെയിനിന് വേണ്ട സമയം 20 സെക്കൻഡ്. ക്ലിയർ? നോക്കിയ മക്കളെ, ചിത്രത്തിൽ LM എന്നിവയും NP എന്നിവയും സമാന്തര വരകളാണ്. കോൺ എക്സ് എത്ര ഡിഗ്രിയാണ്? ഇതാണ് മക്കളെ കോൺ എക്സ്. ഓക്കെ, അതാണ് കോൺ എക്സ്. ഇത് എത്ര ഡിഗ്രി എന്നാണ് പറയേണ്ടത്. അതിനൊന്നുമില്ല, സമാന്തര വരയാണെങ്കിൽ ഇത് 70. മക്കളെ ഇവിടെ 70 എന്ന് തന്നിട്ടുണ്ട്. 70 കണ്ണു അടച്ചെഴുതിക്കൂ. കണ്ടോ, ഈ വരയുടെ മുകളിലല്ലേ ഇവിടെ 70? ഈ വരയുടെ മുകളിലല്ലേ 70? ശ്രദ്ധിച്ചു. നിങ്ങൾ എപ്പോഴും ഈ ഷേപ്പ് നിങ്ങളങ്ങ് ഓർത്ത് വെച്ചാൽ മതി. ഷേപ്പ് ഓർത്ത് വെക്കണമെന്നില്ല, എപ്പോഴും ഈ സാധനം ഓർത്ത് വെച്ചാൽ മതി. ഈ വരയുടെ റൈറ്റ് സൈഡിൽ മുകളിൽ, ഈ വരയുടെ മുകളിലും ഇതിൻ്റെ റൈറ്റ് സൈഡിലും അല്ലേ? ഒന്നുകൂടെ പറയാം, ഈ വരയുടെ മുകളിലാണല്ലോ, ഈ വരയുടെ റൈറ്റ് സൈഡിലും ആണല്ലോ ഇവിടെ 70. അതുപോലെ തന്നെ ഈ വരയുടെ മുകളിലും ഈ വരയുടെ റൈറ്റ് സൈഡിൽ ഇവിടെ 70 ആയിരിക്കും മക്കളെ. സിമ്പിൾ. ഇനി ഇവിടെ 50. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആംഗിൾ ഇവിടെയും 50 ആയിരിക്കും. ഇവിടെ 50 ആയിരിക്കും. അപ്പം മക്കളെ ഇവിടെ 70 ആയി, ഇവിടെ 50 ആയി. അപ്പോൾ എന്തായാലും ലീനിയർ പെയർ കംപ്ലീറ്റ് ചെയ്യണം ഇവിടെ അല്ലേ? ഇവിടെ മൊത്തം ലീനിയർ പെയർ കംപ്ലീറ്റ് ചെയ്യണം. 5 7 12 120. ബാക്കി ഇവിടെ 60 കൂടെ വരണ്ടേ മക്കളെ? ഇവിടെ 180 ആവാൻ 60 കൂടെ വരണം. അപ്പോൾ ഈ സെയിം സാധനം തന്നെ ഇവിടെ ഇല്ലയോ? നോക്കിയേ, ഈ സെയിം സാധനം തന്നെ ഇവിടെയുണ്ട്. അതായത് ഇത്രയേ ഉള്ളൂ. ഇവിടെ 50. അപ്പം മക്കളെ ഇവിടെ 50. ഓക്കെ, ഇവിടെ 50, ഇവിടെ 50, ഇവിടെയും മക്കളെ 70, ഇവിടെ 60. നമുക്ക് വേണ്ടത് ഈ എക്സാ. അതായത് 60 ഡിഗ്രിയാണ് നമ്മുടെ ശരി ഉത്തരം. 60. മനസ്സിലായോ? എളുപ്പമല്ലേ? അപ്പോൾ എന്തായാലും വരാൻ പോകുന്ന കേട്ടറ്റ് പരീക്ഷയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറേയധികം വിവരങ്ങളാണ് ഇന്ന് നൽകിയത്. അപ്പോൾ ഇതേപോലെ കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും ഞാൻ വരുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കാത്തിരിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അപ്പോൾ കൂടുതൽ ടിപ്സും ട്രിക്സുമായിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.